നമസ്കാരം. നമ്മുടെ ഈ ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് എങ്ങനെയൊന്ന് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് ബാക്കിയുള്ള അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് brightbee.scrt.in അത് കൊടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്യുക. ഇപ്പം ഇതിൽ നമ്മുടെ ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കിന് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ജസ്റ്റ് ഇങ്ങനെയായിരിക്കും വരുന്നത്. brightbee.scrt.in കൊടുക്കുമ്പം ഇങ്ങനെയൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇതിൽ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും അതിലേക്ക് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് യൂസർ നെയിം ഞാൻ നിങ്ങളുടെ ഒരു സാറിൻ്റെ തന്നെ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെയൊരു ഒരു ഒരു ഓപ്ഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. ഇതിൻ്റെ അകത്ത് റീസെൻ്റ്ലി ആക്സസ്ഡ് കോഴ്സസ്, ഇതിൻ്റെ അകത്ത് മധുരം മലയാളം, അതുപോലെ സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഈ കോഴ്സുകളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തുള്ളൊരു കണ്ടന്റിലേക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഞാനിപ്പം ഈ പറയുന്ന മധുരം മലയാളം എന്ന് പറയുന്നൊരു കോഴ്സ്, ഇത് മലയാളം കുറെ കൂടെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. അത് ജസ്റ്റ് ഒരു ബേസിക് കോഴ്സ് എന്നുള്ള ഒരു തരത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് എഴുതി പഠിക്കാം, സ്വരാക്ഷരങ്ങൾ എഴുതി പഠിക്കാം, വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി പഠിക്കാം, അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പം സ്വരാക്ഷരങ്ങൾ എഴുതി പഠിക്കാം എന്ന് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ സ്വരാക്ഷരങ്ങൾ ഐ ഇ എന്നുള്ള ഇതാണ്. ഇപ്പം പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ആ എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിൽ തന്നെ നമുക്ക് ആ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫിംഗർ തന്നെ യൂസ് ചെയ്തുകൊണ്ട് ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ആ എഴുതി പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ എഴുതി കഴിയുമ്പോഴത്തേക്കും അടുത്തതിലേക്ക് പോകും. അതിനുശേഷം അതുപോലെ തന്നെ ഇത് ഈ ഒരു ഫിംഗർ തന്നെ ഫിംഗർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒരു ഇത് നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും, അടുത്തിലേക്ക് വരാം. അതിനുശേഷം ഈ വരും. അങ്ങനെ ഇതിനുശേഷം നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇത് താഴത്തെ ഒരു ലെഫ്റ്റ് ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി പഠിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതിയോ. അപ്പം അതിൻ്റെ റിസോഴ്സ് ഓപ്പൺ ആയിട്ട് വരും. നമുക്കത് ഓപ്പൺ ആക്കി അത് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മളുടെ വ്യഞ്ജനാക്ഷരങ്ങൾ മുഴുവൻ ഇങ്ങനെ നമുക്ക് എഴുതി പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഖ ഇത് ഗൈഡ് ചെയ്യുന്നത് പോലെ തന്നെ എഴുതി പഠിക്കാം. നമ്മുടെ ആശാൻ കളരിയിലൊക്കെ നമ്മൾ നിലത്ത് നമ്മുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അരിയിലും അതുപോലെ തന്നെ മണലിലും ഒക്കെ എഴുതി അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് എഴുതി പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഞാൻ തിരിച്ചു പോകുന്നു. അതിനുശേഷം അടുത്ത ഒരു കാര്യം, ഇപ്പം ഇത് നോക്കാം. ഓരോന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ചിത്രത്തിലെ മൃഗങ്ങളുടെ ആദ്യ അക്ഷരം അതാത് മൃഗങ്ങളുടെ നേരെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. നമുക്കൊന്ന് നോക്കാം അതെന്താന്നുള്ള കാര്യം. ഇങ്ങനെ പിള്ളേർക്ക് കളിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇതിൻ്റെ അകത്ത് സിംഹത്തിൻ്റെ നേരെ ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ആന ചെയ്തു. അതുപോലെ തന്നെ കുരങ്ങൻ ചെയ്തു. അതുപോലെ തന്നെ കടുവ അല്ല കരടിയുണ്ട്. അതുപോലെ തന്നെ കാണ്ടാമൃഗം അല്ലേ, കാണ്ടാമൃഗം. അതുപോലെ തന്നെ മുതല കൊടുത്തു. നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇത് ചെയ്യും. അടുത്തതിലേക്ക് പോവാം. അങ്ങനെ ഓരോ സാധനങ്ങളും നമുക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. ചിത്രത്തിലെ പൂവുകളുടെ ആദ്യ അക്ഷരം അതായത് പൂവിൻ്റെ നേരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇത് ഇങ്ങനെ ഓരോന്ന്, ഇത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ റോസ്, താമര, ചെമ്പരത്തി, സൂര്യകാന്തി, അതുപോലെ തന്നെ ജമന്തി അല്ലേ. സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അങ്ങനെ ഓരോ ഇതിലേക്കും നമുക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. ആഴ്ചയുടെ ദിവസങ്ങൾ ശരിയായ ക്രമത്തിൽ ട്രാക്ക് ചെയ്യുക. ഇത് നമുക്ക് വീണ്ടും കൂടുതൽ ഇത് വരും. ഇതിപ്പം ആദ്യത്തെ ദിവസം ഞായറാഴ്ച, ആദ്യം ഞായറാഴ്ച വന്നു. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് കറക്റ്റ് ആണെന്നുള്ള ഇത് കിട്ടും.
അതിനുശേഷം ഒന്നെങ്കിൽ നെക്സ്റ്റ് പോവാം, അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് പോവാം. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഇത് മുഴുവൻ നമുക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും ഓരോന്നിൻ്റെ കാര്യം. അതിനുശേഷം നമ്മൾ തിരിച്ച് പോകുന്നു. മധുരം മലയാളമാണ്. തിരിച്ച് നമ്മുടെ മെയിലിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്ത കോഴ്സുകൾ ഇവിടെ തന്നെയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് പോകും. അടുത്ത നമുക്ക് ഏതൊക്കെയാണോ നമുക്കിതിലേക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് നോക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് അഡീഷണൽ റിസോഴ്സസ് ഉണ്ട്. അതിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം. ചിത്രത്തിൽ കാണുന്ന രൂപങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തി ആനുപാതികമായ സംഖ്യ തിരഞ്ഞെടുക്കുക. അതും വേറൊരു റിസോഴ്സസ് ആണ്. ഇതിൻ്റെ അകത്ത് കൗണ്ട് ദ ഒബ്ജക്റ്റ്, ഇതിൻ്റെ അകത്ത് എത്ര ഒബ്ജക്റ്റുകളുണ്ടോ അത് കൗണ്ട് ചെയ്ത് വെച്ച് നമ്പർ എടുക്കുക. 1 2 3 4 5 6 7 8 9 എടുത്തു. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഓരോന്നിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് കൗണ്ടിങ് നമ്പറുകളാണ്. അങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം സങ്കലനമുണ്ട്. കൊടുത്തിരിക്കുന്ന 2 സംഖ്യകൾ കൂട്ടി ഉത്തരം കണ്ടുപിടിക്കുക. 64 8 72. സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണെന്ന് അറിയാം. അങ്ങനെ ഏകദേശം ഒരു പിള്ളേർക്ക് രസിച്ച് പഠിച്ചു പോകാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു സംഭവം മുഴുവൻ ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഏതായാലും ഇത് കാര്യമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം, അതുപോലെ തന്നെ ഐഡിയാസ് പറയണം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. താങ്ക് യു.